ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല മുരിങ്ങക്കായും മാങ്ങയും സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണക്കച്ചെമ്മീനും കൂടിയിട്ട് ഒരു കറിയാണ് കേട്ടോ. അപ്പം നമ്മൾ മാങ്ങയും മുരിങ്ങക്കായും ഉണക്കച്ചെമ്മീനും അല്ലാതെ ബാക്കിയുള്ള ഐറ്റംസ് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ നന്നായി ഒന്ന് അരച്ചെടുത്തു കേട്ടോ. ഇത് അരച്ചെടുക്കുന്നത് കൂടുതൽ ഒരു കറിക്ക് നല്ല തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ പറക്കി മാറ്റി വയ്ക്കില്ലല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ് അരച്ചത് കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം നമുക്ക്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ ചെയ്യണേ. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് മുരിങ്ങക്കായും മാങ്ങയും പിന്നെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കച്ചെമ്മീനും പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും ചേർത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായി ഒന്ന് വേവിച്ചെടുക്കാവേ. നന്നായി തിളച്ച് വരുമ്പോഴാണ് ഉണക്കച്ചെമ്മീൻ്റെ ആ ടേസ്റ്റൊക്കെ അതിലേക്ക് വരുള്ളൂ കേട്ടോ. മാങ്ങയുടെ പുളിയും മുരിങ്ങക്കായയുടെ ടേസ്റ്റൊക്കെ അതിലേക്ക് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർത്തു കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ആദ്യം തന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. പിന്നെ ഈ കറിക്ക് ഒരു പറ ചോറുണ്ണാം. ഈ ഉണക്കച്ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പറയണ്ട. നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഇത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നമ്മുടെ തേങ്ങ എടുത്ത് വെണ്ണ പോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായി അരച്ച കാരണം അതങ്ങനെ തന്നെ ചേർക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് പാലൊഴിക്കുക വേണമെങ്കിൽ അത് ചെയ്യാം കേട്ടോ. തേങ്ങയുടെ പാലെടുത്ത് അത് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഞാൻ നന്നായി അരച്ച കാരണം അത് അരപ്പാണ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷമാണ് തിളപ്പിക്കുന്നത് കേട്ടോ. നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി മൂപ്പിച്ച് അതിലേക്ക് തട്ടിക്കൊടുത്തു. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങയും മുരിങ്ങക്കോലും ഇട്ടിട്ടുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഒഴിച്ചുകറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈയും ചെയ്യണം.